BJP ഇപ്പോൾ ഭരണഘടനയെ ഉയർത്തിക്കൊണ്ടുള്ള മറ്റൊരു തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജൂൺ 25, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ദിവസത്തെ ഭരണഘടനാ ഹത്യാ ദിവസ് അഥവാ സംവിധാൻ ഹത്യാ ദിവസ് അല്ലേ എന്ന പേരിൽ ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം അതിൻ്റെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അജിംസ്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വളരെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഉന്നയിച്ചിരുന്നത്. ഈ അടിയന്തരാവസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഇപ്പോഴും ആക്രമിക്കാൻ BJPക്ക് സാധിക്കുമോ? കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അന്നത്തെ അടിയന്തരാവസ്ഥ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനവും ശേഷം അടിയന്തരാവസ്ഥ നടപ്പിലാക്കലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥകൾ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എങ്ങനെയാണ് BJPയുടെ ഈ തന്ത്രത്തെ പ്രതിരോധിക്കുക? ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരണഘടന അനുസരിച്ച് തന്നെയാണ്. ഭരണഘടനയിൽ അതിൽ പ്രൊവിഷൻ ഉള്ളതുകൊണ്ടാണല്ലോ എമർജൻസി പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾ, പൗരസ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ നിഷേധിക്കപ്പെടുന്ന ആ പ്രക്രിയ പോലും ഭരണഘടന ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഭരണഘടനയിലെ ഒരു വ്യവസ്ഥ വച്ചിട്ടാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഭരണഘടന ഹത്യാ ദിവസം, ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ദിവസം എന്ന് ഒരു കമ്മമറേറ്റ് ചെയ്യുന്നതിൽ ഒരു യുക്തിയില്ലായ്മയുണ്ട്. പക്ഷേ ചില ക്ലോസുകൾ റദ്ദാക്കപ്പെടുന്ന വിഷയമുണ്ട്. അതാണ്, അതായത് ഭരണഘടന ഉപയോഗിച്ചാണല്ലോ എമർജൻസി വോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ദിവസം എന്നതിനെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു യുക്തിയില്ലായ്മയുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രഖ്യാപനത്തെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം നമ്മളിവിടെ തന്നെ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഭരണഘടന മാറ്റപ്പെടും. ഇന്ത്യ ഒരു ഔദ്യോഗികമായൊരു അതിൻ്റെ ഒരു സെക്യുലർ സ്വഭാവം ഇല്ലാതാവും. അതുപോലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരം വരുമ്പോൾ ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കപ്പെടും. BJP അടുത്തൊരു 50 വർഷത്തേക്ക് കൂടി ഭരിക്കാൻ ഉതകുന്ന തരത്തിൽ മൊത്തം രാജ്യത്തിൻ്റെ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ മാറ്റപ്പെടും. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നൊക്കെയുള്ള വലിയ തോതിൽ ആശങ്ക കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഉണ്ട്. പ്രത്യേകിച്ചും അടുത്ത വർഷം RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഭരണഘടന മാറ്റിയെഴുതുമെന്നൊരു ഭീതി പൊതുവെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ചില BJP സ്ഥാനാർത്ഥികളുടെ വായിലൂടെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം നേരിടുന്നത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ഭരണഘടന മാറ്റാൻ പോകുന്നു, ഭരണഘടന ഇല്ലാതാക്കാൻ പോകുന്നു എന്ന ആ ഭയം ജനങ്ങളിലുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ ഭയത്തെ എൻക്യാഷ് ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തി പ്രാപിച്ചത്. മോദിയെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷം ശക്തി പ്രാപിച്ചൊരു ഇന്ത്യ മുന്നണി രംഗത്ത് വരുന്നത്. ആ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു എന്നുള്ളത് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മൾ കണ്ടു. എല്ലാവരും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭരണഘടന എന്നുള്ളത് തങ്ങൾക്കെതിരായിട്ടുള്ളൊരു വെപ്പണാണ് എന്ന് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തോട് മനസ്സിലാക്കേണ്ടത്. ഭരണഘടന മുൻനിർത്തി ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു പ്രതിപക്ഷം, അത് ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്നവർ തിരിച്ചറിയുന്നു എന്ന് അവർ സമ്മതിക്കുകയാണ്. ഞങ്ങൾക്കത് പ്രശ്നമാണ്, നിങ്ങൾ ഞങ്ങളുടെ നേരെ ഭരണഘടന ഉയർത്തിപ്പിടിക്കരുത്, അത് ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് സമ്മതിക്കുന്നതാണ് എമർജൻസി പ്രഖ്യാപിച്ച ദിവസത്തിൻ്റെ 50ാം വാർഷിക ദിനത്തിൽ ഞങ്ങൾ ഭരണഘടനാ ഹത്യാ ദിവസമായിട്ട് അവർ അതേ ആയുധം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തിരിച്ചാക്രമിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കുറിച്ച് അവർ മൗനം പാലിക്കുകയോ അത്തരം ആരോപണങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യുക. കാരണം അത് ആ ഒരു പ്രഖ്യാപനത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും, അവരിപ്പോഴും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളത് പ്രഖ്യാപിച്ചത്, ഇന്ദിരാഗാന്ധി അങ്ങനെ പറഞ്ഞാൽ ന്യായീകരിക്കാനോ കോൺഗ്രസ് അധികം ശ്രമിക്കാറില്ല. കാരണം അത് ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ്, ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അവർ ഓക്കലല്ല. അപ്പോൾ BJP പ്രതിപക്ഷത്തെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ജൂൺ 25 ഭരണഘടന ഹത്യാ ദിവസമായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് ഒരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ മൊത്തം ജനാധിപത്യത്തിന് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം എമർജൻസി ഭരണഘടനാ വിരുദ്ധമാണെന്നും എമർജൻസി പ്രഖ്യാപിച്ചത് പൗരാവകാശങ്ങളെ ധ്വംസിക്കാനാണെന്നും BJP സർക്കാർ തന്നെ പറയുന്നു. BJP സർക്കാർ അന്നത്തെ BJP നേതാക്കളൊക്കെ ജനസംഘം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ്. അവർ പലരും ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് നല്ലതാണ്. കാരണം ഇനി അത്തരമൊരു ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സ്വഭാവം ഏത് ഭരണകൂടം കാണിച്ചാലും ജനങ്ങൾ അതേക്കുറിച്ച് ബോധവാന്മാരാവുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമല്ലോ. കാരണം അടിയന്തരാവസ്ഥയുടെ ഓർമ്മ എല്ലാ കാലത്തും നിലനിർത്താനാണ് BJP ശ്രമിക്കുന്നതെങ്കിൽ അടിയന്തരാവസ്ഥ അപ്രഖ്യാപിതമായി നടപ്പാക്കുന്ന ഏത് ഭരണകൂടത്തോടും ജനങ്ങൾ അത് ഓർത്തുകൊണ്ട് അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അത് നല്ല കാര്യമാണല്ലോ. മറ്റൊന്ന്, ഏറ്റവും ഞാൻ അതിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം,
അത്തരമൊരു ഭീതി, അതായത് ഭരണഘടന മാറ്റി എഴുതും, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം മാറ്റും, ഒരു ഏക പാർട്ടി സമ്പ്രദായത്തിലേക്ക് രാജ്യം മാറും എന്നുള്ളൊരു ഭീതി ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ ഭീതി കൂടി മറികടക്കുകയാണ് ഇവിടെ. കാരണം നരേന്ദ്രമോദി തന്നെ നോക്കൂ, ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയിൽ തല കുമ്പിട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഭരണഘടന മുമ്പിൽ വണങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്ററാണ് അതിലുള്ളത്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഈ അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയെ മുൻനിർത്തിയാണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഭരണഘടനയെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥയിൽ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നടപ്പാക്കാത്തത്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്ത എന്ത് കാര്യമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദിയുടെ ഭരണത്തിൽ നടക്കാത്തത്? പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടച്ചില്ലേ? ഇപ്പോഴും അടച്ചുകൊണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെ ജയിലിൽ കിടക്കുകയാണ്. അത് എത്ര പേരെന്നുള്ളതല്ല, എത്ര പേരകത്താക്കി എന്നുള്ളതല്ല, പൗരസ്വാതന്ത്ര്യങ്ങൾ അട്ടിപ്പറിക്കപ്പെടുന്നില്ലേ? എത്ര ഉദാഹരണങ്ങളുണ്ട്. മാധ്യമ വിലക്കുകൾ ഉണ്ടാവുന്നില്ലേ? പവർ TV എന്ന് പറയുന്ന ഒരു കന്നഡ ചാനലിൻ്റെ പ്രക്ഷേപണം തടഞ്ഞത് ഇന്നലെയാണ് സുപ്രീം കോടതി റിവോക്ക് ചെയ്തത്. എന്തായിരുന്നു കാരണം? ഒരു BJPയുടെ കൂടെയുള്ള പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന JDSൻ്റെ നേതാവിനെതിരെയുള്ള സെക്സ് സ്കാൻഡൽ അത് സംബന്ധിച്ച് വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് അവരുടെ ലൈസൻസ് റദ്ദാക്കിയത്. അപ്പോൾ പൗരസ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു. അടിയന്തരാവസ്ഥയിൽ കാണാത്ത പലതും നമ്മളിപ്പോൾ കാണുന്നു. അടിയന്തരാവസ്ഥയിൽ കണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയിലെ ചേരികൾ ഒഴിപ്പിച്ച സഞ്ജയ് ഗാന്ധിയുടെ ആ പരിപാടിയെക്കുറിച്ച് ഭയങ്കര വിമർശനം ഉയർന്നിരുന്നല്ലോ. അത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സർക്കാരിന് ഇഷ്ടമല്ലാത്ത ആരുടെയും വീടുകൾ ഇടിച്ചു തരത്തുകയാണ്, ബുൾഡോസർ രാജ് നടക്കുകയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ നടന്ന ഒരൊറ്റ കാര്യമാണ് ഇപ്പോൾ നടക്കാത്തേ. അത് നിർബന്ധിത വന്ധ്യംകരണം മാത്രം. അത് ഇതുവരെ ആരും ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും, അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ രാജ്യം നടക്കുന്നുണ്ട്. ഇനി ഭരണഘടനാ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊരു പുതിയ വാക്ക് തന്നെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഭരണഘടന അംബേദ്കർ കഞ്ചാവ് വലിച്ച് എഴുതിയതാണ് എന്ന് BHPക്കാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ രാംജന്മഭൂമി പ്രക്ഷോഭകാലത്തൊക്കെ അംബേദ്കറെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന സംഘപരിവാറുകാർ ഭരണഘടന കത്തിക്കണമെന്ന് പറഞ്ഞു, ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി ഭരണഘടനയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഘപരിവാറുകാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഭരണഘടനയുടെ മുമ്പിൽ കുമ്പിടുന്നു. അതാണ് ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സ് എങ്ങനെ നടപ്പാക്കാമെന്നാണ് RSS ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം. ഭരണഘടന അവിടെ ഇരുന്നോട്ടെ, അതും അവിടെ ഇരിക്കെ തന്നെ അവരുടെ അജണ്ടകൾ നടപ്പാക്കാം. എമർജൻസി കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് നടന്നുള്ള മുഴുവൻ പൗരാവകാശങ്ങളെ ഹനിക്കുന്ന നടപടികൾ നടപ്പാക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതുപോലെ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാം. അന്ന് ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലഴഞ്ഞു മാധ്യമങ്ങളെന്നാണ് അദ്വാനി മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത്. ഇന്നെങ്ങനെയാണ്? ഇന്ന് ലാപ്ഡോഗുകളായിരിക്കുന്നു, ഗോദി മീഡിയ ആയിരിക്കുന്നു, മടിയിൽ കയറിയിരിക്കുന്നു. മറ്റൊന്ന് പൗരാവകാശങ്ങൾ ഹനിക്കുന്നു, പ്രതിപക്ഷത്തെ ജയിലിലടയ്ക്കുന്നു, നിരപരാധികളെ കേസെടുത്ത് അകത്തിടുന്നു. അന്ന് മിസ നിയമം ഉപയോഗിച്ചതുപോലെ ഇന്ന് മറ്റു പല നിയമങ്ങളും UAPA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളെ പോലും അകത്തിടുന്നു. ഭീമാ കോറേഗാവ് ഒരു ഉദാഹരണം. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അത്രയും വർഷം നടന്നതിനേക്കാൾ എത്രയോ ഭീകരമായ അടിയന്തരാവസ്ഥയാണ്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ മോദി ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണെന്ന് ഞാൻ പറയാൻ കാരണം, ജനം ഒരിക്കലും മറക്കാത്ത രീതിയിൽ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുകയും ഇനി ഏതെങ്കിലും ഭരണകൂടം അത്തരം പ്രവണതകൾ, ഇനിയിപ്പോൾ മോദി 150 വർഷമൊന്നും ഭരിക്കില്ല, മോദി മരിക്കുകയോ അല്ലെങ്കിൽ അധികാരം ഒഴിയുകയോ ഒക്കെ ചെയ്യും. അതിനുശേഷം വരുന്ന ഒരു ഭരണാധികാരി, അത് BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ആരും ആവട്ടെ, അവർ ഇത്തരം പ്രവണതകൾ കാണിക്കുമ്പോൾ ജനം അതേക്കുറിച്ച് ഓർക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യാൻ ഈ ഒരു പ്രഖ്യാപനം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ പോസിറ്റീവായിട്ട് ഈ ഒരു തീരുമാനത്തെ കാണാൻ പറ്റുമോ? കാരണം ഭരണഘടനയെ നോവിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് പരസ്യമായ നിലപാടിലേക്ക് BJP എത്തുന്നു. അപ്പോൾ ഇനി BJPയും അത് ഭരണഘടനയെ തൊടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? അല്ല, ഇപ്പോൾ അജിംസ് വിശദമായി പറഞ്ഞില്ല. അതായത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് മോദി എപ്പോഴും വലിയ വാചകം പറയുകയും മഹാത്മാഗാന്ധിയെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ല കോൺഗ്രസ്. മഹാത്മാഗാന്ധിയെ അറിയാനൊരു സിനിമ വേണ്ടി വന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി എന്നൊക്കെ വേദനിച്ച ആളാണ് മോദി. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സഹവർത്തിത്വം, സമാധാനം, സൗഹാർദ്ദം, മതനിരപേക്ഷത പോലെയുള്ള ഏതെങ്കിലും മൂല്യത്തെ കൊണ്ടു നടക്കുന്നവരാണോ സംഘപരിവാറുകാർ? മോദി അല്ലല്ലോ. മോദി ഒരു വശത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത് മുഴുവൻ മുസ്ലിം വിരുദ്ധ വർഗീയതയാണെങ്കിൽ, അപ്പുറത്ത് ബാപ്പുജിയെ നമ്മൾ കൊണ്ടാടിയില്ല, ബാപ്പുജിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല, ലോകത്തിന് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തില്ല എന്ന് പറയും. അതുകൊണ്ട് ഭരണഘടനാ ഹത്യാ ദിവസ് അല്ലെങ്കിൽ സംവിധാൻ ഹത്യാ ദിവസ് പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള കൂറല്ല, മറിച്ച് കോൺഗ്രസ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് ഒരു ചെക്ക് വെക്കണം.
അത്രയും മാത്രമേ അവർക്ക് അത് ഉദ്ദേശമുള്ളൂ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്കി പാർ 400 ബാർ 400 സീറ്റുമായിട്ട് വന്ന് ഭരണഘടന തിരുത്താൻ പോകുന്നുള്ള പ്രചരണം വലിയ തോതിൽ OBC-ക്കാർക്കും ദലിതർക്കുമിടയിൽ പ്രശ്നമുണ്ടാക്കി. അത് തിരിച്ചടിയായെന്ന് BJP വിലയിരുത്തുന്നു. രണ്ട്, അടുത്ത ലോക്സഭാ സെഷൻ 22-ാം തീയതി തുടങ്ങുമ്പോൾ ഞങ്ങളതിൽ മണിപ്പൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്തു വയ്ക്കാൻ പോവുകയാണ്. മണിപ്പൂരിൽ നടക്കുന്ന ഭരണഘടനാ ധ്വംസനം ഞങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ ഒന്ന് അടക്കിയിരുത്തണം. ഈ ഹത്യാ ദിവസത്തിനകത്ത് കോൺഗ്രസ് എന്തെങ്കിലും പൊസിഷൻ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ ആക്രമിക്കണം. അങ്ങനെ വളരെ നൈമിഷികമായ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയാണ് BJP ഈ സംഗതി കൊണ്ടുവരുന്നത്. അതർവൈസ് BJPക്ക് ഭരണഘടനയോടുള്ള കൂറെന്താണെന്ന് നമുക്കറിയാം. ഏറ്റവും അവസാനം അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ന്യായ സംഹിത പോലും ഭരണഘടനയുടെ ആശയങ്ങൾക്ക് പുറത്തു നിൽക്കുന്നതാണ്. മനുഷ്യരെ പിടിച്ച് ജയിലിലിടുന്നത്, മുഖ്യമന്ത്രിമാരെ ജയിലിലിടുന്നത്, മാധ്യമങ്ങളെ വേട്ടയാടുന്നത്, പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്, ഇതെല്ലാം ഭരണഘടനാ മൂല്യങ്ങളുമായി വല്ല ബന്ധമുള്ളതാണോ? അല്ല. ഭരണഘടനയുടെ മൂല്യങ്ങളോട് അങ്ങനെ ഒരു ധാരണ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുക, നിങ്ങൾ പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയാതെ പറയുന്ന ഭരണഘടനയുടെ ആശയത്തോട് അവർ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിലയ്ക്കാണ് അതിനെ എടുക്കേണ്ടത്. രണ്ട്, ഇതൊരു നമ്മുടെ കേന്ദ്ര സർക്കാർ ഹത്യാ ദിവസം എന്ന വിജ്ഞാപനം ഇറക്കുമ്പം നമ്മൾ എമർജൻസി കാലത്തെക്കുറിച്ച് ഓർക്കണം. അത് വളരെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വളരെ ഭീകരമായ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അൺഡിക്ലെയർഡ് എന്ന് പറയുന്ന സംഗതിയില്ല, അതിനേക്കാൾ ഭീകരമായിരുന്നു അത് എന്നാണ്. ഇപ്പോൾ നമുക്ക് കോടതിയിൽ പോകാം, ഇപ്പോൾ നമുക്ക് പത്രത്തിൽ എഴുതാം, നമുക്ക് ഇവിടെ ഇരുന്ന് വിമർശിക്കാം, നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്ന് വിമർശിക്കുന്നു, നമ്മുടെ ചാനലിൽ നിരോധനം അടക്കമുള്ള വിഷയത്തെക്കുറിച്ച് വിമർശിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭരണഘടന അനുവദിക്കുന്നതാണ് ഈ എമർജൻസി എന്ന് പറയുമ്പോൾ ഭരണഘടന എമർജൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അംബേദ്കർ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് ഈ ഭരണഘടന ഞങ്ങളൊരു ഐഡിയലായ സംഗതിയെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊരു മോശം ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യ തൊലഞ്ഞു പോകുമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു മോശം ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടിയതാണ് ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയത്. അവരതിനെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്തിന്? കേവലമായ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. എന്നിട്ട് എത്ര മനുഷ്യരെ അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് പീഡിപ്പിച്ചു, എത്രയധികം ആളുകൾ ജയിലിൽ പോയി, ജയിലിനകത്ത് പീഡനം ഏറ്റുവാങ്ങി വന്നു. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ മനുഷ്യരെ നിർബന്ധിതമായി ട്രക്ക് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി വന്ധ്യം കരിച്ച് തിരികെ ഇറക്കി വിടുക. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശത്തിനും അഭിമാനത്തിനും മുറിവേൽപ്പിച്ച് അതിന് മേലെ കൂടി സഞ്ജയ് ഗാന്ധിയുടെ ട്രക്ക് ഉരുണ്ട കാലമായിരുന്നു ഈ അടിയന്തരാവസ്ഥയുടെ കാലം. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അവരുടെ കുറേ വിശ്വസ്തരും മാത്രം കൂടിയിരുന്ന അവരുടെ കിച്ചൺ ക്യാബിനറ്റാണ് ഇന്ത്യയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, ഇപ്പം നമ്മൾ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം മോദിയെ പിന്തുണയ്ക്കുന്നവരാണെങ്കിലും മോദിയെ വിമർശിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ ഭരണഘടന ഡിക്ലെയർഡ് ആയി കഴിഞ്ഞാൽ അതല്ല ഉണ്ടാവുക. അതിൻ്റെ പേരിൽ പോലീസ് നടത്തിയിട്ടുള്ള നരനായിട്ട് കേരളത്തിലടക്കമുള്ള നമുക്ക് രാജൻ കേസ് അടക്കമുള്ള സംഭവങ്ങൾ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ഒരാൾ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതിൻ്റെ അത് ഈ നാടിൻ്റെ മേലെ വലിയൊരു അശനിപാതം പോലെ പെയ്തിറങ്ങിയ ഓർമ്മയാണ്. ആ ഓർമ്മയിൽ നിന്ന് കോൺഗ്രസ്സുകാർക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. അവരിപ്പോഴും കഴിഞ്ഞ തവണ ഇപ്പോൾ സ്പീക്കർ അധികാരമേറ്റപ്പോൾ അദ്ദേഹം ഭരണഘടനയുടെ 50-ാം വാർഷികത്തെക്കുറിച്ച് സംസാരിച്ചത് കോൺഗ്രസ്സുകാർ ഡിസ്റ്റർബ്ഡായി. എന്തിനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് അവരുടെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ മുഖം കുനിക്കണം. കാരണം ഈ രാജ്യത്തോട് വലിയ പാതകം ചെയ്ത ചരിത്രം കോൺഗ്രസ്സിനുണ്ട്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടോ അതിൽ മാപ്പ് പറഞ്ഞുകൊണ്ടോ അതിനെ ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രമേ കോൺഗ്രസ്സിന് ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. കാരണം എന്താണ്? ചരിത്രമുണ്ട്. ചരിത്രമാണ് ഭാവിയിലേക്കുള്ള ഊർജ്ജം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സംവിധാൻ ഹത്യാ ദിവസത്തെക്കുറിച്ച് സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കുമ്പോൾ അതിൻ്റെ റിലവൻസ് ഉണ്ട്. പക്ഷെ മോദിക്ക് അതിനകത്ത് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില്ലുകൂട്ടിലെ ഭരണഘടന അവിടെ പൊതിഞ്ഞ് മോദി വെച്ചിട്ടുണ്ട്. നിരന്തരമായി അദ്ദേഹം അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന സെക്കുലറിസത്തെക്കുറിച്ചും ഭരണഘടന ഫെഡറലിസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മോദി ഫെഡറലിസം ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. എങ്ങനെയാണ് മോദിയുടെ കീഴിലുള്ള ഒറ്റ സർക്കാർ, ഒറ്റ പാർട്ടി എങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റും, ഒറ്റ ചക്രവർത്തിയും ഒറ്റ രാജ്യവുമാക്കി എങ്ങനെ മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഭരണഘടന നമുക്ക് ആവശ്യമുള്ള എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണഘടന എങ്ങനെ വേണമെന്നുള്ള പ്രിയാമ്പിളൊക്കെ എഴുതി ട്വിറ്ററിലിട്ട ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. സംഘപരിവാറിന് ഗാന്ധിയൻ ആശയത്തോടോ അല്ലെങ്കിൽ ഇതിനോടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിപത്തി ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. അടുത്ത സെഷൻ തുടങ്ങുമ്പോൾ കോൺഗ്രസിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കണം. അതേ ഉള്ളൂ അവർക്ക്.